ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നും ഒരു ലോക്ക്ഡൗൺ സ്പെഷ്യൽ റെസിപ്പിയാണ്. നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കീസ് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. വെറും 3 ചേരുവകൾ മാത്രം മതി. ഓവനും ബേക്കിംഗ് പൗഡറും ഒന്നും വേണ്ട. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കീസാണ്. ബേക്കറിയിലൊക്കെ പോകാൻ പറ്റാത്ത സമയമായതുകൊണ്ട് വീട്ടിൽ കുട്ടികളുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ 150 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. 2 മണിക്കൂർ മുന്നേക്ക് ഫ്രിഡ്ജിൻ്റെ പുറത്തെടുത്ത് വെച്ചാൽ മതി. ഉപ്പില്ലാത്ത ബട്ടറാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 75 ഗ്രാം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു വരില്ല. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 230 ഗ്രാം മൈദമാവ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ ഇതേപോലെയാണ് ഇരിക്കാൻ. ഇതിലോട്ട് ഞാൻ 100 ഗ്രാം ചോക്ലേറ്റിൻ്റെ ചിപ്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ നല്ല ഭംഗിയും ഉണ്ടാവും. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം, അല്ലെങ്കിൽ നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. വെറുതെ നമ്മൾ കുക്കി ഉണ്ടാക്കി എടുക്കുമ്പോൾ അധികം ടേസ്റ്റ് തോന്നില്ല. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേ എടുക്കാം. ഞാനിപ്പോൾ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ആദ്യം എല്ലാ ഭാഗത്തും ഒന്ന് എണ്ണ തടവി കൊടുക്കാം. കുറച്ച് മാവിട്ടിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് തട്ടിക്കൊടുക്കുക. ഇതിലോട്ട് ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുക. ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇളക്കിയെടുക്കാൻ എളുപ്പമുണ്ടാവും. ഞാനിപ്പോൾ 2 ആയിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു കുക്കീസിൻ്റെയൊക്കെ കനത്തിൽ നമുക്ക് പരത്തി കൊടുക്കാം. അധികം നൈസല്ല, കുറച്ച് കട്ടിയിൽ വേണം പരത്തി കൊടുക്കാൻ. ഞാനിപ്പോൾ 2 ആയിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. മുകൾ ഭാഗം നിരപ്പായിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഗ്ലാസ് വല്ലതും കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മുകളിൽ ഫോർക്ക് കൊണ്ടിട്ട് ഇതുപോലെ കുത്തിട്ട് കൊടുക്കുക. അപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ചുവട് വെട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലൊരു തട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. തീ മീഡിയത്തിൽ വേണം വയ്ക്കാൻ. അടപ്പിൽ വല്ല ഹോളും ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വല്ലതും വെച്ചിട്ട് അടച്ചു കൊടുക്കുക. ചൂട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ എടുക്കും ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. വേവാൻ എടുക്കുന്ന സമയം നമ്മുടെ സ്റ്റൗവിൻ്റെ ചൂടനുസരിച്ചിരിക്കും കേട്ടോ. തീ കൂട്ടിയിടുകയും ചെയ്യരുത്. കേക്ക് പോലല്ല, ഇത് പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം തീ കുറച്ചിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ എല്ലാം വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. മാവൊന്നും പിടിച്ചു വരുന്നില്ലെങ്കിൽ നമുക്ക് എടുത്തു മാറ്റാം. എടുക്കുന്ന സമയത്ത് വെന്തില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഒന്ന് ചൂട് മാറി കഴിയുമ്പോഴേക്ക് അത് കട്ടിയായി വന്നോളും. കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കീസാണ്. അധികം ചേരുവകളൊന്നും വേണ്ട. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയോ എണ്ണയോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ വേറൊരു ലോക്ക്ഡൗണിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.